യെസ്. ബഹുമാനില്ലേ, എനിക്കിവിടെ നിൽക്കുമ്പം ആദ്യം ഓർക്കുന്നത് ഞാൻ സ്വാമീസ് ലോഡ്ജിലേക്കാണ്. സ്വാമീസ് ലോഡ്ജിൽ ഞാൻ ചെല്ലുമ്പം പ്രിയൻ സാറും ലാലേട്ടനും അവിടെ ഒരു മുറിയിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്ന് കാണുന്ന ഒരവസ്ഥയില്ല. അന്ന് അത്ഭുതത്തോടെ അത് നോക്കി തുടങ്ങിയാണ്. ഇപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല. ഓരോ വർഷം കഴിയുന്തോറും അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും പുള്ളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പു വന്നു, ഇപ്പം മോളും വന്നു. ഞാൻ പറഞ്ഞു, ഈ കുടുംബത്തിന് ഒരുപാട് ദൈവാനുഗ്രഹമുള്ളൊരു കുടുംബമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും പെരുമാറ്റവും ഒക്കെ ഒരു നെഗറ്റീവ് സൈഡിലുള്ള ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാതെ വളരെ സ്നേഹിക്കുന്ന, മര്യാദയ്ക്ക് പെരുമാറുന്ന നല്ല പ്രൊഡ്യൂസർമായിട്ട് മാത്രമായിട്ടേ ബന്ധപ്പെടത്തുള്ളൂ. ഞാൻ പല പ്രാവശ്യം പുറകാണെന്നെങ്കിൽ നടന്നിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കൊള്ളില്ല അത്. അപ്പൊ ഞാൻ ശ്രമം പിന്തിരിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഇടിവെട്ട് കഥയായിട്ട് വീണ്ടും ഞാൻ ചെല്ലും. ഒന്നെങ്കിൽ മോൻ്റെ അടുത്തോ മോളുടെ അടുത്തോ എവിടെയും ഞാൻ കയറി പിടിക്കും. ഈ സിനിമ വൻ തുടക്കവും. പിന്നെ അത് കൂടാണ്ട് പറയുന്നത്, ജൂഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു. ഓം ശാന്തി ഓശാന. അതൊരു വൻ വിജയമായിരുന്നു. അപ്പോൾ ജൂഡിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റിയിട്ടൊരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നു. കൂടെ മിഥുനും ഉണ്ടായിരുന്നു. പിന്നെ അയാളും ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറും റൈറ്ററുമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സംവിധായകരെയും ടെക്നീഷ്യന്മാരെയൊക്കെ നടന്മാരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ഭാഗ്യമുണ്ട്, ഞാൻ കൊണ്ടുവരുന്ന സിനിമകളിൽ മിക്കവാറും ആൾക്കാരൊക്കെ സക്സസ്ഫുൾ ആവാറുണ്ട്, ഞാൻ ഒഴിച്ച്. ഞാൻ വീണ്ടും അവരുടെ പുറകെ നടക്കും ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ തുടക്കം വൻ തുടക്കമായി മാറ്റം.